ഓക്കെ, അടുത്ത മെത്തേഡ് ഇൻഷുറൻസ് പോളിസി മെത്തേഡാണ്. ഇതിന് മുൻപ് നമ്മൾ കണ്ടത് സിങ്കിങ് ഫണ്ട് മെത്തേഡായിരുന്നു. ഇത് രണ്ടും എന്താണ് നമ്മൾ കണ്ടൻറ് വൈസ് വളരെ കൂടുതലാണ്. നമ്മൾ എഴുതി വരുമ്പോൾ ജേണൽ എൻട്രീസ് ഒരുപാട് എഴുതേണ്ടി വരും. ഓക്കെ, അപ്പോൾ ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ സിങ്കിങ് ഫണ്ടിൽ കണ്ടതാണ്. അതേപോലെ തന്നെയാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡിലും കുറച്ചും കൂടി എന്താണ് ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് സിങ്കിങ് ഫണ്ട് അതേപോലെ തന്നെ ഈ മെത്തേഡിൽ ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? കമ്പനീൻ്റെ ഡിബഞ്ചേഴ്സ് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട്, കാശ് കൊടുത്തിട്ട് അത് തിരിച്ചു വാങ്ങാനായിട്ട് ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നുണ്ട്. ഓക്കെ, അത് എന്താണ് റിഡംഷൻ സമയമാകുമ്പോഴേക്ക് എന്താണ് തിരിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റിഡീം ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ആനുവൽ എമൗണ്ട് ടു ബി ഇൻവെസ്റ്റഡ് ഈസ് സ്പെസിഫൈഡ് ബൈ ദി ഇൻഷുറൻസ് കമ്പനി. അപ്പോൾ എത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത് ഇൻഷുറൻസ് കമ്പനി പറയും. വിച്ച് ഇസ് കോൾഡ് പ്രീമിയം. ഇവിടെ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ എമൗണ്ടിൻ്റെ പേരാണ് പ്രീമിയം എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്താണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് എന്നൊക്കെ എഴുതിയ മാതിരി ഇവിടെ അത് വരിക പ്രീമിയമാണ്. ഓക്കെ, ദി ഇൻഷുറൻസ് കമ്പനി ഇൻ ടേൺ അഗ്രീസ് ടു പേ ദി അഗ്രീഡ് സം ഓഫ് മണി ടു ദി കമ്പനി അറ്റ് ദി എൻഡ് ഓഫ് ദി പീരിയഡ്. ഓക്കെ, അതായത് അതിന് ഡ്യൂറേഷൻ വരുമ്പോൾ, അതിൻ്റെ മെച്യൂരിറ്റി വരുമ്പോൾ ഇൻഷുറൻസ് കമ്പനി എന്താണ് നമ്മുടെ ഡിബഞ്ചർ വാങ്ങിയിരിക്കുന്ന കമ്പനിക്ക്, അല്ലെങ്കിൽ ഡിബഞ്ചർ കൊടുത്ത് കാശ് വാങ്ങിയിരിക്കുന്ന കമ്പനിക്ക് കാശ് കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? അത് റിഡീം ചെയ്യാനായിട്ട്. ഇൻ ദിസ് കേസ് ഇൻട്രസ്റ്റ് ഈസ് നോട്ട് റിസീവ്ഡ്. നമ്മൾ സിങ്കിങ് ഫണ്ടിൽ ഇൻട്രസ്റ്റ് കിട്ടുന്നുണ്ടായിരുന്നു, പക്ഷേ ഈ കേസിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നില്ല. ഹെൻസ് നോട്ട് ബ്രോട്ട് ഇൻ ടു ബുക്സ്. അതുകൊണ്ട് ഇൻട്രസ്റ്റ് നമ്മൾ ബുക്കിലേക്ക് എഴുതേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിങ്കിങ് ഫണ്ടിൽ എഴുതിയിട്ടുണ്ട് അല്ലേ, അത് എന്താണ് ഇവിടെ എഴുതേണ്ട കാര്യം വരുന്നില്ല. ഓക്കെ, ആദ്യ വർഷം പ്രീമിയം അടയ്ക്കുമ്പോഴാണെന്ത്, ഇതാണ് ജേണൽ എൻട്രി. ആദ്യ വർഷം അടയ്ക്കേണ്ട ജേണൽ എൻട്രിയാണ് ഇവിടെ. ഓൺ പേയ്മെൻറ്റ് ഓഫ് പ്രീമിയം ഡിബഞ്ചർ റിഡംഷൻ പോളിസി ഫണ്ട് അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഫോർ സെറ്റിംഗ് അസൈഡ് ദ എമൗണ്ട് ഓഫ് പ്രീമിയം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് പ്രീമിയം മാറ്റി വെക്കുന്നതിൻ്റെതാണ് ഈ ഒരു ജേണൽ എൻട്രി. അതായത് പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് അറ്റ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. ഇതാണ് സബ്സീക്വൻറ്റ് ഇയേഴ്സിലും ആദ്യ വർഷം മുതലേ നമ്മൾ എന്താണ് എത്ര വർഷം വരെയാണോ മെച്യൂരിറ്റി പോകുന്നത് ആ വർഷം വരെ എഴുതേണ്ട ജേണൽ എൻട്രീസ് ആണ്. ഇനി അവസാന വർഷം ചെയ്യേണ്ടത് എന്താണ്, ഇത് രണ്ടും നമ്മൾ ആദ്യമേ എഴുതി വെക്കാൻ വേണം അല്ലേ. ദി അബൌട്ട് 2 എൻട്രീസ് വിൽ ബി റിപ്പീറ്റഡ്. ഈ എൻട്രീസും എഴുതണം അവസാന വർഷം. അത് കഴിഞ്ഞിട്ട് എഴുതുന്ന 2 എൻട്രീസ് ആണിത്. ബാങ്ക് അക്കൗണ്ട് അറ്റ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി. അതായത് പോളിസിയിൽ നിന്ന് നമുക്ക് എന്താണ് ബാങ്ക് ക്യാഷ് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ഇതൊക്കെ റിഡംഷൻ്റെ ജേണൽ എൻട്രീസ് ആണ്. നമ്മൾ ഒരുപാട് കണ്ടതാണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അത് കഴിഞ്ഞ് ഡിബഞ്ചേഴ്സിന് ക്യാഷ് കൊടുക്കുന്നു. പ്രോഫിറ്റ് ആണെങ്കിൽ ഇങ്ങനെ എഴുതുക. ലോസ് എന്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ്, കമ്പനീൻ്റെ പേര്, ഇഷ്യൂഡ് 4000 ഡിബഞ്ചർ, 4000 ഡിബഞ്ചർ ഇറക്കിയിട്ടുണ്ട്. ഡിബഞ്ചറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് 13% ഓഫ് ₹100 ഈച്ച്. ഒരു ഡിബഞ്ചറിൻ്റെ വില 100. അപ്പം 100 ഇൻറ്റു 4000, 4 ലക്ഷം രൂപൻ്റെ ഡിബഞ്ചറാണ് ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇറക്കിയിരിക്കുന്നത് 1 ജാനുവരി 2005. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് റിഡീം ചെയ്യാൻ പോകുന്നത്? റിഡീമബിൾ ആഫ്റ്റർ 3 ഇയേഴ്സ്. അതായത് 2007 കഴിയുമ്പോൾ റിഡീം ചെയ്യണം. 2008 തുടങ്ങുമ്പോഴേക്ക് റിഡീം ചെയ്യണം. 2005 ഒരു വർഷം, 6 ഫുള്ളായിട്ട് രണ്ടാമത്തെ വർഷം, 7ാമത്തെ വർഷം എന്ത് ചെയ്യണം, റിഡീം ചെയ്യണം. കമ്പനി പർച്ചേസ്ഡ് ആൻ ഇൻഷുറൻസ് പോളിസി ഓഫ് ₹4 lakh. അതായത് 4 ലക്ഷത്തിന് ഇൻഷുറൻസ് പോളിസി കമ്പനി വാങ്ങിയിട്ടുണ്ട് ഫോർ റിഡംഷന് വേണ്ടിയിട്ട്. ഓക്കെ, ദി ആനുവൽ പ്രീമിയം, അതായത് എല്ലാ പ്രതിവർഷവും അടയ്ക്കേണ്ട തുക എന്ന് വെച്ചാൽ 1,28,000 രൂപയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി 3rd ഇയർ പോളിസി എമൗണ്ട് വാസ് റിസീവ്ഡ് ആൻഡ് ഡിബഞ്ചേഴ്സ് റിഡീംഡ്. ഓക്കെ, അവസാന വർഷം പോളിസി എമൗണ്ട് കിട്ടി, ഡിബഞ്ചർ എന്ത് ചെയ്യുക, റിഡീം ചെയ്യുക. ജേണൽ എൻട്രി ഉണ്ടാക്കുക, ലെഡ്ജർ അക്കൗണ്ട്സും തയ്യാറാക്കുക. ഓക്കെ, ആദ്യ വർഷം നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രി എഴുതാം. അപ്പോൾ ഡേറ്റ് വരുന്നത് 1/1/2005. ഓക്കെ, ജേണൽ എൻട്രി എഴുതുക. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ₹4 lakh to 13% debentures account. Bank account debtor ₹4 lakh to 13% debentures account 4 lakh. Okay, narration either
amount received on issue. ഇതാണ് നമ്മൾ എഴുതേണ്ട ആദ്യ ജേണൽ എൻട്രി. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ജേണൽ എൻട്രി എഴുതുക. ഈ വർഷം മുതൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഇൻഷുറൻസ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിനായിട്ട് എന്ത് വേണം? ആ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി എന്നാണ് ആ ഇൻഷുറൻസിന് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആ പോളിസിയിലേക്ക് എന്ത് ചെയ്യുക? നിക്ഷേപിക്കുക കാശ്. ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ് തന്നെ, അത് ഈ വർഷം തുടക്കത്തിലാണ് ചെയ്യേണ്ടത്. സെയിം ഡേറ്റിന് എഴുതുക ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ്. എത്ര നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്? 1,28,000 രൂപയാണ് നമ്മൾ മാറ്റി വെക്കുന്നത്. ഓക്കെ, ടു ബാങ്ക് അക്കൗണ്ട് 1,28,000 രൂപ. നറേഷൻ എഴുതുക പ്രീമിയം പെയ്ഡ്. അത് കഴിഞ്ഞിട്ട് ജേണല് ക്ലോസ് ചെയ്യുക. ഇനി ഈ വർഷം അവസാനം, അത് കഴിഞ്ഞ് ഈ വർഷം അവസാനം 31/12/2005 ഈ തുക നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസിന് മാറ്റി വെക്കുക. അതായത് പ്രോഫിറ്റ് നിന്നാണ് എന്ത് പോയിരിക്കുന്നത്. ഓക്കെ, ജേണൽ എൻട്രി ചെയ്താൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ റുപ്പീസ്. ഇതേ എമൗണ്ട് 1,28,000 ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട്. ഓക്കെ, നമ്മൾ ജേണൽ എൻട്രി ചെയ്ത നറേഷൻ വരുന്നത് പ്രീമിയം ഡെബിറ്റഡ് ടു പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ. അതോടുകൂടി ആദ്യ വർഷം കഴിഞ്ഞു. ആദ്യ വർഷം ഏതാണ്ട് ജേണൽ എൻട്രീസ് കഴിഞ്ഞു. ആദ്യ വർഷം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിബഞ്ചർ ഇറക്കിയിട്ടുണ്ട്, അതിന് കാശ് കിട്ടിയിട്ടുണ്ട്. ആ വർഷം തുടക്കം തന്നെ നമ്മൾ എന്ത് ചെയ്ത്? നമ്മൾ ഒരു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസിയിലേക്ക് നമ്മൾ എന്താണ് ആദ്യ വർഷം തന്നെ നമ്മൾ എടുത്തിട്ടുണ്ട്. കാശ് കൊടുത്ത് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. ആ കാശ് എവിടേക്ക് കാണിച്ചു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിലേക്ക് കാണിച്ചു. ഇനി നമുക്ക് രണ്ടാമത്തെ വർഷം, ഇതിപ്പോൾ 2005 അല്ലേ, രണ്ടാമത്തെ വർഷം എന്താണ്? ജാനുവരി 1 ഈ ജേണൽ എൻട്രി എഴുതണം. ഓക്കെ, 1/1/2006 ഈ ജേണൽ എൻട്രി ഒന്നും കൂടി എഴുതുക. ഈ വർഷം നമ്മൾ മാറ്റി വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ എഴുതിയ ജേണൽ എൻട്രി എന്താണ്? ഒന്നും കൂടി 2006 ആദ്യ വർഷം കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം. ഓക്കെ, ഇത് എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഈ ജേണൽ എൻട്രിയും കൂടി എഴുതുക. രണ്ടാമത്തെ വർഷം എന്താണ്? ഈ 2 ജേണൽ എൻട്രീസ് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഡേറ്റ് 31/12/2006 വരെ. അപ്പോൾ രണ്ടാമത്തെ വർഷം ഇവിടെ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇത്രയും പോർഷൻ എന്താണ്? ഫസ്റ്റ് ഇയർ ആണ്. ഇത്രയും പോർഷൻ സെക്കൻഡ് ഇയർ ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 വർഷം കഴിഞ്ഞു. ആദ്യ വർഷം, രണ്ടാമത്തെ വർഷം. ഇനി മൂന്നാമത്തെ വർഷത്തെ ജേണൽ എൻട്രീസ് ആണ് എഴുതാനുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടതാണ് മൂന്നാമത്തെ വർഷം ഈ 2 ജേണൽ എൻട്രീസ്, ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും എഴുതി ഈ 2 ജേണൽ എൻട്രീസ് വീണ്ടും മൂന്നാമത്തെ വർഷം എഴുതുക. ഓക്കെ, അതിനുശേഷം വേണം എന്താണ്? മൂന്നാമത്തെ വർഷം എഴുതേണ്ട എന്താണ്? റിഡംഷനുമായിട്ട് ബന്ധപ്പെട്ട ജേണൽ എൻട്രീസ്. അതായത് ഈ കാശ് കിട്ടും, ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത കാശ് കിട്ടും, അവിടുന്ന് പ്രോഫിറ്റ് ആണെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രി എഴുതണം. ആ വക കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ മൂന്നാമത്തെ വർഷം സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ആദ്യത്തെ എന്താണ്? 1/1/2007 നമ്മൾ എന്ത് ചെയ്യുക? ഈ പോളിസിയിലേക്ക് കാശ് കൊണ്ടിടുക. അത് കഴിഞ്ഞിട്ട് ഈ വർഷം അവസാനം എന്ത് ചെയ്യുക? ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷനിൽ നിന്ന് എന്താണ്? ഈ പോളിസിയിലേക്കുള്ള തുക മാറ്റി വെക്കുക. ഓക്കെ, ഇത് രണ്ടും നമ്മൾ എന്താണ്? ഈ 3 വർഷങ്ങളിലും കോമൺ ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി മൂന്നാമത്തെ വർഷം ചെയ്യാവുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്താണ്? ഈ പോളിസിയിൽ നിന്ന് ഒരു 4 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. ഈ പോളിസിയിൽ നിന്ന് എന്താണ്? 4 ലക്ഷം രൂപ നമുക്ക് അവസാന വർഷം കിട്ടും. സെയിം ഡേറ്റ് തന്നെ. അപ്പോൾ ഈ പോളിസിയിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ട്? 4 ലക്ഷം രൂപ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ജേണൽ എൻട്രി ചെയ്ത ബാങ്ക് അക്കൗണ്ട് അല്ലെ. 4 ലക്ഷം രൂപ കിട്ടിയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമ്മുടെ ഇത് റിഡീം ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ഡിബഞ്ചർ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ₹4 lakh ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്
പോളിസി അക്കൗണ്ട് 4 lakh. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നറേഷൻ എഴുതുക. എമൗണ്ട് റിയലൈസ്ഡ് ഫ്രം പോളിസി 4 ലക്ഷം രൂപ കിട്ടിയെന്ന്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മളെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസിയിലേക്ക് നമ്മൾ ആദ്യ വർഷം 1,28,000 ഇടുന്നത്, അടുത്ത വർഷവും 1,28,000 ഇടുന്നത്, അടുത്ത വർഷവും 1,28,000. അപ്പോൾ 1,28,000 3 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര വരുന്നുണ്ട് തുക നോക്കാം. ഓക്കെ, നമ്മൾ എത്ര രൂപ ഇട്ടെന്ന് അറിയാനേ. 1,28,000 ഇൻറ്റു 3, നമ്മൾ 3,84,000 രൂപയാണ് ടോട്ടലായിട്ട് ഇട്ടിരിക്കുന്നത്. എത്ര ഇട്ടിരിക്കുന്നത്? 3,84,000 രൂപയാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് എത്ര തുകയാണ് ഇവർ തരുന്നത്? ഇവർ തരുന്ന തുക എത്രയാ? 4 ലക്ഷം തരുന്നുണ്ട്. നമ്മൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ? 3,84,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ അവിടെ സംഭവിക്കുന്നത്? ഇവിടുന്ന് 3,84,000 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 16,000 രൂപ എന്താണ്? പ്രോഫിറ്റ് ആണോ ലോസ് ആണോ? ആകെ ഇട്ടിരിക്കുന്നത് എത്രയാണ്? 3,84,000. കിട്ടുന്നത് എത്രയാണ്? 4 ലക്ഷം. നമുക്കിത് എന്താണ്? പ്രോഫിറ്റ് അല്ലേ? അപ്പോൾ ഇത്രയും എമൗണ്ട് നമുക്ക് എന്തുണ്ട്? പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി നമ്മൾ എഴുതണം. അപ്പോൾ അതിൻ്റെ ജേണൽ എൻട്രി എഴുതുക. ജേണൽ എൻട്രി വരുന്നത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി എന്ന് എഴുതുക. ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെറ്റർ. ഓക്കെ, ഈ പ്രോഫിറ്റ് കിട്ടുമ്പോഴാണ് എഴുതേണ്ടത്. ഫണ്ട് പോളിസി അക്കൗണ്ട് ഡെറ്റർ ₹16,000 ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്. അക്കൗണ്ട് 16,000. ഓക്കെ, നറേഷൻ ചെയ്ത പ്രോഫിറ്റ് ഫ്രം പോളിസി. ക്ലോസ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി 2 ചെയ്യാനുള്ളത് നമ്മളെ റിഡംഷൻ്റെ ആണ്. അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ആദ്യം കാശ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണ് ആ കാശ് തീർക്കുക. ഓക്കെ, ആ 2 ജേണൽ എൻട്രീസ് ചെയ്തുക. ഓക്കെ, അപ്പോൾ ഈ സെയിം ഡേറ്റ്, അതായത് 3ാമത്തെ വർഷം അവസാനമാണ് എന്ത് റിഡീം ചെയ്യുന്നത്. ഇത് രണ്ടും എന്താണ്? റിഡംഷൻ്റെ ജേണൽ എൻട്രീസ് നമ്മൾ സ്ഥിരമായിട്ട് എഴുതുന്നതാണല്ലേ. ഈ 2 ജേണൽ എൻട്രീസ് റിഡംഷൻ്റെ ജേണൽ എൻട്രീസ്. 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് at ₹4 lakh to ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് 4 lakh. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് at ₹4 lakh to ബാങ്ക് അക്കൗണ്ട്, അതായത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കാശ് കൊടുക്കുക ബാങ്കിലേക്ക്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അവസാനം എഴുതേണ്ടത് നമ്മൾ എന്താണ്? ആ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എങ്ങോട്ടേക്ക് മാറ്റുകയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പ്രതിവർഷം നമ്മൾ മാറ്റുന്നില്ലേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ഈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്, ഇവിടെ നിങ്ങൾ ഫണ്ട് എഴുതിയാൽ മതി. പോളിസി വെട്ടിക്കോളൂ കേട്ടോ, പോളിസി വെട്ടിക്കോളൂ. പ്രതിവർഷം നമ്മൾ എന്താണ് ഇടുന്ന ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഈ അക്കൗണ്ടിൽ എങ്ങോട്ട് മാറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ ജനറൽ റിസർവിലേക്ക് മാറ്റുക. ഓക്കെ, അതായത് ഈ 3 കേസിൽ നിങ്ങൾ ഈ പോളിസി എന്നുള്ള വേർഡ് അങ്ങ് വെട്ടിക്കളയാം. ഓക്കെ, ഫണ്ട് എഴുതിയാൽ മതി. അപ്പോൾ അതെങ്ങോട്ട് മാറ്റുകയെന്ന് വെച്ചാൽ ജനറൽ റിസർവിലേക്ക് എഴുതുക. സെയിം ഡേറ്റ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഓക്കെ, അവസാന ജേണൽ എൻട്രി ആയിട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് at ₹4 lakh ടു ജനറൽ റിസർവ് അക്കൗണ്ട് 4 lakh എന്ന് എഴുതുക. ശരിക്കും ഇത് എഴുതേണ്ടത് അവസാനം നമ്മൾ ലെഡ്ജർ എഴുതിയിട്ട് അതിൻ്റെ ബാലൻസ് കിട്ടുമ്പോഴാണ്. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ എഴുതിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ലെഡ്ജേഴ്സ് ഉണ്ടാക്കണം. അപ്പോൾ ലെഡ്ജർ 2 അക്കൗണ്ട് ലെഡ്ജർ ഉണ്ടാക്കേണ്ടത്. ഒന്ന് ഉണ്ടാക്കേണ്ടത് ഈ പറയുന്ന ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട്, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൻ്റെ ഇവിടെയൊക്കെ വരുന്ന ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കണം. അതേപോലെ ഡിബഞ്ചർ റിഡംഷൻ പോളിസീൻ്റെ അക്കൗണ്ട് തയ്യാറാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ലെഡ്ജർ എഴുതാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ഒരു ലെഡ്ജർ വരച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയിട്ട്, അപ്പോൾ അത് ആ സ്പേസ് കിട്ടിയപ്പോൾ അവിടെ എഴുതിയാണ്. അപ്പോൾ നിങ്ങൾ പുതിയതായിട്ട് എന്താണ് ലെഡ്ജർ വരച്ചിട്ട് ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് JF എമൗണ്ട്, ഡേറ്റ് പെർട്ടിക്കുലേഴ്സ് JF എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് എഴുതുക. ഓക്കെ,
അപ്പോൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് നമ്മൾ ജേണൽ എൻട്രീസ് നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് എവിടേക്കാണ് വരുന്നതെന്നുള്ളത്. റിഡംഷൻ ഫണ്ട് എവിടേക്കാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ ഡേറ്റിന് വരുന്നുണ്ട് 2005 ഡിസംബർ 12 അല്ലേ. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടാണ്, നമ്മളിവിടെ പോളിസി എഴുതി പോയതാണ്, അത് വെട്ടണം. ഓക്കെ, അത് എവിടെയാണ് കിടക്കണത്? ക്രെഡിറ്റിലാണ് കിടക്കണത് അല്ലേ. ഇവിടെ ക്രെഡിറ്റിലാണ് കിടക്കുന്നത് 2005. അതേപോലെ തന്നെ 2006 കിടക്കുന്നുണ്ട്. ഇത് ഫണ്ടാണ്, ഇവിടെയും ക്രെഡിറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പി ആൻഡ് അപ്രോപ്രിയേഷൻ ഇത് അവിടെയും കിടക്കുന്നു. 3 പ്രാവശ്യം സ്ഥലത്ത് എന്ത് കിടക്കുന്നുണ്ട്? ക്രെഡിറ്റിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെയും അത് ക്രെഡിറ്റിലാണ് കിടക്കും. 3-ാമത്തെ വർഷം 2 സ്ഥലത്ത് എന്താണ് ക്രെഡിറ്റിലുണ്ട്. ബാക്കി 2 വർഷങ്ങളിൽ എന്താണ് ഓരോ പ്രാവശ്യം ക്രെഡിറ്റിൽ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് കിടക്കുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് ഇത് ബാലൻസിൻ്റെ കേട്ടോ. അവസാനം നമ്മൾ ജനറൽ റിസർവ് ചെയ്യുന്നുണ്ട്, അതെവിടെയാണ്? ഡെബിറ്റിലുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ലെഡ്ജറിലേക്ക് എഴുതാം. ഓക്കെ, ആദ്യ വർഷം 31/12/2005 നമ്മൾ എന്താണ് വരുന്നത്? 31/12/2005 ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് വരുന്നുണ്ട് അല്ലേ. എന്ത് കാരണമാണ് ഇവിടെ എന്ത് എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. എമൗണ്ട് ഇത് എഴുതുക. ക്രെഡിറ്റിൽ 1,28,000. ഇവിടെ എഴുതുക ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 1,28,000. ഈ 1,28,000 ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, അത് ഈ വർഷം അവസാനത്തെ ബാലൻസ് തന്നെ 31/12/2005 ടു ബാലൻസ് ക്യാരി ഡൗൺ 1,28,000. ഈ ബാലൻസ് അടുത്ത വർഷം തുടക്കത്തിൽ 1/1/2006 എഴുതുക. ഇവിടേക്ക് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ എമൗണ്ട് 1,28,000. ഈ വർഷം അവസാനം 2006 ഇതന്നെ നമ്മൾ എഴുതുന്നുണ്ട് ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 1,28,000 ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ വരുന്നത് 2,56,000 ആണ്. ഓക്കെ, ഈ 2,56,000 നേരെ എടുത്ത് ഇങ്ങോട്ടേക്ക് എടുത്ത് എഴുതുക. 2,56,000. അത് കഴിഞ്ഞിട്ട് ബാലൻസ് എഴുതുക 31/2006 2,56,000. ഈ എന്നിട്ട് എന്താണ് ഇവിടെ ടു ബാലൻസ് ക്യാരി ഡൗൺ 1/1/2007 ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ 2,56,000 എഴുതുക. ഓക്കെ, ആ വർഷം സെയിം ഡേറ്റ് അല്ല, സെയിം ഡേറ്റ് തന്നെ, ഇതേ സെയിം ഡേറ്റ് ബൈ പി ആൻഡ് എൽ അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 1,28,000. 1,28,000. പിന്നെ ആ വർഷം അവസാനം 31/12/2007 ആ വർഷം അവസാനം വരുന്നത് എന്താണ്? ബൈ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട്. ആ പ്രോഫിറ്റ് കിട്ടിയത് എത്ര? പ്രോഫിറ്റ് കിട്ടിയത് നമുക്ക് 16,000. ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടേണ്ടത് 4 ലക്ഷം രൂപ. ഓക്കെ, ആ 4 ലക്ഷം എടുത്ത് ഇങ്ങോട്ടേക്ക് എഴുതുക. ബാലൻസ് എങ്ങോട്ടേക്ക് പോകുമെന്ന് വെച്ചാൽ 31/12/2007 ബാലൻസ് പോവുക ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഈ ജേണൽ എൻട്രിയാണ് നമ്മൾ അവസാനം എഴുതിയിരിക്കുന്നത്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് അറ്റർ ₹4 lakh ടു ജനറൽ റിസർവ്. ഓക്കെ.
ഓക്കെ, ഇനി അടുത്ത ലെഡ്ജറാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് നേരത്തെ ഉണ്ടാക്കി ലെഡ്ജർ. ഇനി അടുത്തത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെന്താണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ 2 ലെഡ്ജറെ തയ്യാറാക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കാൻ പറയും, ഇൻ കേസ് ഡിബഞ്ചർ അക്കൗണ്ട് തയ്യാറാക്കാൻ പറയും. ഒക്കെ നിങ്ങൾ എന്താണ് ജേണൽ നോക്കിയിട്ട് ലെഡ്ജറിലേക്ക് അത് എഴുതി വെക്കാനുള്ള ഒരു പ്രാക്ടീസ് ഉണ്ട്, അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾ വേണമെങ്കിൽ വെറുതെ ഒന്ന് ബാങ്ക് അക്കൗണ്ട് തയ്യാറാക്കി നോക്കുക ഈ ജേണലിൻ്റെ, അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് തയ്യാറാക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, മനസ്സിലാവുള്ളൂ. അതായത് അതിനൊരു പ്രാക്ടീസ് വേണം ഈ ജേണൽ നോക്കിയിട്ട് ലെഡ്ജറിലേക്ക് നമ്മൾ എഴുതാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ എഴുതുമ്പോൾ ചിലപ്പോൾ എന്താണ് വീണ്ടും ഈ പേര് എഴുതിപ്പോവും. ഇവിടെ ചിലപ്പോൾ ക്രെഡിറ്റും ഡെബിറ്റും മാറിപ്പോവും. ഇവിടെ ഇതാണ് ഡെബിറ്റ്, ഇതാണ് ക്രെഡിറ്റ് സൈഡ്. ഓക്കെ, ഈ സൈഡ് മൊത്തം ക്രെഡിറ്റും ഈ സൈഡ് മൊത്തം ഡെബിറ്റുമാണ്. അപ്പോൾ ഈ ഡിബഞ്ചർ ഫണ്ട് അക്കൗണ്ട് എവിടെയാണ് കിടക്കണമെന്ന് നോക്കാം ലെഡ്ജറിൽ, ജേണലിൽ. ഓക്കെ, നമ്മൾ ആ ഡിബഞ്ചർ ഫണ്ട് പോളിസി അക്കൗണ്ട് ആദ്യം തന്നെ എവിടെയാണ് കിടക്കണമെന്ന് വെച്ചാൽ ഡെബിറ്റിലാണ് അല്ലേ. ആദ്യ വർഷം ഡെബിറ്റിലാണ് കിടക്കുന്നത്, രണ്ടാമത്തെ വർഷം ഡെബിറ്റിലാണ് കിടക്കുന്നത്, മൂന്നാമത്തെ വർഷം ഡെബിറ്റിൽ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് വീണ്ടും അതെന്താണ് ക്രെഡിറ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ വർഷം തന്നെ അത് വീണ്ടും ഡെബിറ്റിലേക്കും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ഒരു എത്രയാണ് 5 ട്രാൻസാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യ വർഷം ഡെബിറ്റിലാണ് അത് കിടക്കുന്നത് അല്ലേ. ഡെബിറ്റിൽ എത്ര എമൗണ്ട് വരുന്നത് 1,28,000 ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആ ഒരു ട്രാൻസാക്ഷൻ മാത്രമേ ആ വർഷം നടക്കുന്നുള്ളൂ, അതുകൊണ്ട് താഴെ എടുത്തിട്ട് എഴുതുക. അത് അതേപടി ഇവിടേക്ക് എടുത്ത് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ അവസാന ഡേറ്റ് 31/12/2005 ബൈ ബാലൻസ് ക്യാരി ഡൗൺ, അടുത്ത വർഷത്തേക്ക് എടുക്കേണ്ട ബാലൻസ്. ഈ ബാലൻസ് എടുത്ത് അടുത്ത വർഷം ഇവിടെ എഴുതുക 1/1/2006 ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതേ ഡേറ്റ് തന്നെ, സെയിം ഡേറ്റ് ടു ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യുക. ഇതേപടി ഇവിടേക്ക് എടുത്ത് എഴുതുക. ഓക്കെ, അതിൻ്റെ ബാലൻസ് ചെയ്ത മേലെ 31/12/2006 ബൈ ബാലൻസ് ക്യാരി ഡൗൺ 2560. ഓക്കെ, 2,56,000. ഓക്കെ, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ വർഷം 1/1/2007 1/1/2007 ബാലൻസ് താഴത്തേക്ക് എടുത്ത് എഴുതുക. ബാലൻസ് ബ്രോഡ് ഡൗൺ. അത് കഴിഞ്ഞിട്ട് അതേ ഡേറ്റ് ബാങ്ക് അക്കൗണ്ടിന് എഴുതുക, എമൗണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 31/12/2007 ബൈ ബാങ്ക് അക്കൗണ്ട്. ഓക്കെ, എത്രയാണ് വരുന്നത് 4 ലക്ഷം. 4 ലക്ഷം വന്നു. ഓക്കെ, അപ്പോൾ താഴെ ഇവിടെ എഴുതുക 4 ലക്ഷം. ഇവിടെ എന്തുണ്ട്, ബാലൻസ് ഉണ്ട്. ഇവിടെ 3,54,000 ഉള്ളൂ. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര ഉണ്ട്, 4 ലക്ഷം ഉണ്ട്. ആ ബാലൻസ് നമ്മൾ എങ്ങോട്ടേക്കാണ് മാറ്റുന്നത്, 31/12/2007 ആ ബാലൻസ് മാറ്റുന്നത് എങ്ങോട്ടാണ്, ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ടിലേക്കാണ് മാറ്റുന്നത്. എത്രയാണ് എമൗണ്ട്, 16,000. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പറയുന്ന ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ റിഡീം ചെയ്യുന്നത്. ഓക്കെ, ഇത് രണ്ടും, അതായത് സിങ്കിങ് ഫണ്ടും ഇൻഷുറൻസ് പോളിസി മെത്തേഡും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എസ്സേ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക.